നമുക്ക് ആ പ്രതികരണങ്ങളും കൂടി എടുക്കാം. എനിക്കൊന്നു സാബുവിന്റെ വൈഫിന്റെ പ്രതികരണം നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, നമുക്ക് പൈസയ്ക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും സമയത്ത് തരത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അവർ. അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. സാബു ഭയങ്കര ഹരാസായി. ഇങ്ങനെ വിഷമം കാരണം ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥയും. സാബുവിനെ ആ ലാസ്റ്റ് ദിവസം ഭയങ്കരമായിട്ട് അവർ ഹരാസ് ചെയ്തു. സാബുവിനെ സഹിക്കത്തില്ലാത്ത അവസ്ഥയായിരുന്നു. VRSG പറഞ്ഞത് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പണിയെന്ന് പറഞ്ഞു. കുറ്റം ചെയ്തവരെ പരമാവധി ശിക്ഷിക്കാതെ പറ്റിയില്ല. കാരണം അവരതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ വേദനിച്ചതിന് ഒരു കണക്കില്ല. ആ ദിവസത്തെയാണ് സാബുവിന് ഭയങ്കര ഷോക്കായിപ്പോയി. എന്നോട് പറഞ്ഞ് ട്രാപ്പിൽ പെട്ടുപോയി, ഇനിയും ദൂരാൻ ഭയങ്കര പാടാണ്, അവരെന്നാ നമ്മളെ ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. നോക്കൂ സന്ദീപ്, ആ ഒരു ട്രാപ്പിൽ പെട്ടുപോയി എന്നൊക്കെ വൈഫിനോട്, അതും ആശുപത്രി കിടക്കയിൽ ഡിസ്ചാർജ് ചെയ്യാനായി പോകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണം ചോദിക്കുന്നത് സാബു. അപ്പോൾ ഇനിയും 15 ലക്ഷം രൂപ ആ സൊസൈറ്റി കിടക്കുക. 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ ഇടുന്ന സൊസൈറ്റിയിലെ ഈ നിക്ഷേപകരോട് സൊസൈറ്റി ഇങ്ങനെയാണോ പെരുമാറുക? ആ സൊസൈറ്റിയൊക്കെ നിലനിർത്തുന്ന ഇവരെ പോലുള്ള നിക്ഷേപങ്ങളല്ലേ? അപ്പോൾ സന്ദീപ്, ട്രാപ്പിൽ പെട്ടുപോയി എന്നൊക്കെ പറയണമെങ്കിൽ അത്രത്തോളം ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ പുറത്തു വരുന്ന ശബ്ദരേഖയിലും ആ ഭീഷണി അടങ്ങിയിരുന്നിട്ടുണ്ട്. നിനക്ക് പണി ഞാൻ പഠിപ്പിച്ചു തരാം എന്നല്ലേ പറയുന്നത് സന്ദീപ് രാജാക്കാടി സജി? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. നമ്മളൊരു ട്രാപ്പിൽ പെട്ടുപോയി, ഇനി രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, നമ്മളെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നത് ഈ സാബു ഈ ഭാര്യയോട് പറഞ്ഞു എന്നാണ് ഭാര്യ വ്യക്തമാക്കുന്നത്. ആ സമയത്ത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഭാര്യ തൊടുപുഴ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പം അവിടെ വെച്ച് ആ ഫോണിലൂടെ തന്നെ ഭാര്യ പറയുകയാണ്, അത് കുഴപ്പമില്ല, നമുക്ക് വന്നിട്ട് ആ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പണം മേടിച്ചെടുക്കാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കാം. പക്ഷേ അത് പറയുമ്പോൾ പോലും സാബുവിന് വ്യക്തമായിട്ടറിയാം, ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഈ പണം ഉണ്ടായേ മതിയാവൂ. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. രണ്ടാമതൊരു കാര്യം, ഈ സാബുവിനെ മറ്റുള്ളവർ ഇല്ലെങ്കിൽ പാർട്ടി അടക്കമുള്ളവർ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതാണ് ആ ഓഡിയോയിൽ എടുത്തെടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ നുണ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെക്കുറിച്ച് ഇത്തരത്തിൽ നുണ പറയുന്നത് എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. വലിയ മാനസിക സംഘർഷം അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇന്നലെ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നത് ഭാര്യ പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്, അദ്ദേഹം തന്നെ എഴുതിയതാണ് എന്നെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പേരിൽ പറയുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം ഈ പേരുകൾ പറയുന്ന, അതിൽ പറഞ്ഞിരിക്കുന്ന, കത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകളിലെ ആളുകൾ ഇന്ന രീതിയിൽ എന്നോട് മോശമായി ഇടപെട്ടു എന്ന് സാബു ഭാര്യനെ വിളിച്ച് പറഞ്ഞിരുന്നു. അതിന് കൃത്യമായ തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ഇന്നലെ ഇപ്പോൾ സമരക്കാരൊക്കെ ആവശ്യപ്പെട്ടതുപോലെ നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ശബ്ദരേഖ നമുക്ക് ഒരിക്കൽ കൂടി അതൊന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ആ പ്രേക്ഷകർ ഇത് കേൾക്കുക. എന്താണ് ഏരിയ സെക്രട്ടറിയായ സജി ഈ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ സാബുവിനോട് പറഞ്ഞത്? സാബു സൊസൈറ്റിയിലിട്ട തൻ്റെ പണത്തിൽ നിന്ന് 2 ലക്ഷം രൂപ, അത് പലിശ പൈസയാണ് എന്നാണ് കുടുംബം പറയുന്നത്, പലിശയായിട്ട് ബാങ്കിലുണ്ടായിരുന്ന പണം അത് തരണം, അത് ഇമ്മീഡിയറ്റ്ലി തരണം, തൻ്റെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നു. ഇത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ആ ശബ്ദരേഖയിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ടും എന്തിനാണ് സജി ഈ രീതിയിൽ ഇടത് സമിതി ഭരിക്കുന്ന CPM തന്നെ ഭരിക്കുന്ന ഒരു സൊസൈറ്റിയിലെ ഒരു വലിയ നിക്ഷേപകൻ കൂടിയായ സാബുവിനെ ഈ രീതിയിൽ അപമാനിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മഹത്യാക്കുറിപ്പ് ബാങ്കിലെ ഭരണസമിതിക്കെതിരെയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ശബ്ദരേഖ പാർട്ടി ഏരിയ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടാണ്. നോക്കൂ, ആ ഏരിയ സെക്രട്ടറി സജി ഈ സാബുവിനോട് പറയുന്നത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേട്ടുവരാം. നിങ്ങൾ അവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട്, ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്? എന്റെ സഹാവേ, എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ? നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു അല്ല, നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ്, അയാൾ എന്നെ ഉപദ്രവിച്ചത് അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോലും നിങ്ങളോട് പറയാതെ അവരെല്ലാവരുടെ കൂടെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ്. എന്റെ പൊന്നു സഹാബെ, സംഭവം നടന്ന അങ്ങനെയൊന്നും അല്ല, സത്യത്തിലുള്ള സംഭവം. നിങ്ങൾക്ക് അതിന്റെ വിഷമം വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സാബു, എന്റെ വിഷമം ഞാൻ വേണമെങ്കിൽ സാബുവിന് അതിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാബു മനസ്സിലാവുള്ളൂ. സാബുവിന് പൈസ തരാനുള്ളത്, ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ്
ഞാനിവിടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. എന്റെ പൊന്നു സഹാബ്, ഞാൻ പറഞ്ഞു നാളെ നിങ്ങളതിനെ ഡിസ്ചാർജ് അനുഭവിക്കുമ്പോൾ നിങ്ങളത് മനസ്സിലായിക്കോളൂ. അത് VR സജി എന്ന CPM-ന്റെ കട്ടപ്പനയിലെ മുൻ ഏരിയ സെക്രട്ടറിയാണ് സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നത്. സാബു ആശുപത്രിയിൽ പോയി തന്റെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണെന്നും 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അത് താൻ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിൽ നിന്നും അതിന്റെ പലിശയായി തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ മാസം കൊടുക്കാനുള്ള പൈസ പകുതി കൊടുത്തിട്ടാണ് ഈ സാബുവിന്റെ പുറത്ത് ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥർ മെക്കിട്ട് കയറുന്നത്. ഈ വിവരം പാർട്ടി സെക്രട്ടറി അറിയിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അടിയുടെ കുഴപ്പമുണ്ടെന്നാണ്. ആരുടേതായി പറയുന്നത്? ആ പാർട്ടി ഭരിക്കുന്ന സഹകരണ സൊസൈറ്റിയിൽ 90 ലക്ഷം രൂപയിലധികം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ 14 ലക്ഷം രൂപയോളം ആ ബാങ്കിൽ ആ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപകനോട് ആ ബാങ്കിൻ്റെ ചുമതലയുള്ള പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി പറയുകയാണ് നിനക്ക് അടിയുടെ കുഴപ്പമുണ്ട് എന്ന്. പൈസ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. അവിടെ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആശുപത്രിയിൽ ഭാര്യ ഡിസ്ചാർജ് ചെയ്യാൻ കിടക്കുമ്പോൾ താൻ ഇട്ടിരിക്കുന്ന പണത്തിൽ നിന്ന് കുറച്ച് ആവശ്യപ്പെടുമ്പോൾ ബാങ്കിൽ നിന്ന് ഒരു നിസ്സഹകരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായും നമുക്ക് ദേഷ്യം വരില്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കില്ലേ? അതിൻ്റെ പേരിൽ മുൻ ഏരിയ സെക്രട്ടറി വിളിച്ചു വരട്ടുകയാണ്. നിനക്ക് അടിയുടെ കുഴപ്പമുണ്ട് എന്നാണ് പറയുന്നത്. പണി നിനക്ക് ഞാൻ തരാമെന്നാണ് പറയുന്നത്. ആത്മഹത്യയുടെ തൊട്ട് മുമ്പ് നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ ഗൗരവമേറിയ വീഴ്ച പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്, ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആത്മഹത്യാക്കുറിപ്പിന്റെയും ശബ്ദരേഖയുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നു.